ഫെബ്രുവരി 23 ആദിമസഭയിലെ ശ്രദ്ധേയനായിട്ടുള്ള ഭരണകർത്താവും വിശുദ്ധനുമായിട്ടുള്ള പോളികാർപ്പിൻ്റെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം ആധുനിക ടർക്കിയിലെ സ്മിർന എന്ന് അറിയപ്പെടുന്ന നഗരത്തിലാണ് ഭൂജാതനായത്. ക്രിസ്തുവർഷം 69 ആണ്ടിൽ പഠനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തിപ്പോന്ന പോളികാർപ്പ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നു. യോഹന്നാന്റെ ദർശനങ്ങളുമായിട്ട് പോളികാർപ്പ് ഇണങ്ങിച്ചേരുന്നു. അങ്ങനെ യോഹന്നാന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യാനിടവന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ പോളികാർപ്പ്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് പോളികാർപ്പിന്റെ ജീവിത വിശുദ്ധിയിലും ഗ്രഹണ പാടവത്തിലും അതീവ മതിപ്പായിരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കണം സ്മിർനയിലെ മെത്രാനായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ ഇടവന്നത്. അങ്ങനെ സ്മിർനയിലെ മെത്രാനായിരിക്കുമ്പോഴായിരിക്കണം യോഹന്നാൻ ശ്ലീഹ വെളിപാട് ഗ്രന്ഥം രചിക്കാൻ ഇടവന്ന് കാണുക. ആ ഗ്രന്ഥത്തിൽ വിശുദ്ധ പോളികാർപ്പിനെ പരാമർശിച്ചുകൊണ്ട് സ്മിർനയിലെ മാലാഖ എന്നാണ് നാം അവിടെ വായിക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശ്ലീഹായ്ക്ക് പോളികാർപ്പിനോടുണ്ടായിരുന്ന മതിപ്പ് എന്തുമാത്രം ആയിരുന്നുവെന്ന്. അദ്ദേഹം ഒരു ബിഷപ്പ് എന്ന രീതിയിൽ, ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ യേശുവിൻ്റെ സഭയ്ക്ക് നിർണായകമായിട്ടുള്ള സേവനം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. യേശുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്ലീഹായോടുകൂടെ വളരെ അധ്വാനം കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ അധിപനായിരുന്ന മാർക്കസ് ഔറേലിയസിന് സ്വാഭാവികമായിട്ട് വിരോധം തോന്നി പോളികാർപ്പിനോട്. ഈ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പ്രോ കൗൺസിലറിനെ നിയോഗിച്ച് അദ്ദേഹം വഴിക്ക് പോളികാർപ്പ് പിതാവിനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നാടുകടത്തുകയുണ്ടായി. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ശിക്ഷണ നടപടികൾ ഏറ്റുവാങ്ങിയ പോളികാർപ്പ് ശിക്ഷാകാലം വിദേശ അടിമത്ത രാജ്യത്ത് താമസിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ സ്വന്തം ശിഷ്യന്മാരെയും അനുയായികളെയും കണ്ട് ഉത്തേജിപ്പിക്കുന്നതിന് ആ അവസരം പോളികാർപ്പ് വിനിയോഗിച്ചു. ഇത്തരം നടപടികൾ കൊണ്ടൊന്നും പോളികാർപ്പിന്റെ ചിന്തയിൽ മാറ്റം വരുന്നില്ല എന്ന് കണ്ട പ്രോ കൗൺസിലർ അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ച് ഒരു ഭീഷണി എന്ന വിധത്തിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ താങ്കൾ നിഷേധിക്കണം, ഒരു ശത്രുവായിട്ട് എണ്ണണം. അതിനുത്തരമായിട്ട് പോളികാർപ്പ് അധികാരിയോട് പറയുന്നു, യേശുക്രിസ്തുവിൽ വിരോധം തോന്നത്തക്ക വിധത്തിലെ എന്തെങ്കിലും ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. എന്ന് തന്നെയല്ല, യേശുക്രിസ്തുവിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നതെന്ന് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ രക്ഷകനായിട്ടും എൻ്റെ സൃഷ്ടാവായിട്ടും ഞാൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. ഇത്രത്തോളമായപ്പോൾ പ്രോ കൗൺസിലർ അദ്ദേഹത്തെ ജീവനോടുകൂടി തീയിൽ ചുട്ടുകൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. കൽപ്പന കേട്ട മാത്രയിൽ പോളികാർപ്പ് മുട്ടുമേൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് തൻ്റെ ദൈവമായിട്ട് ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ സ്തോത്രം ചെല്ലുകയാണ്. യേശുവേ, നിന്റെ കുരിശുമരണം അനുസ്മരിച്ചുകൊണ്ട്, നിന്റെ പീഡാസഹനത്തോട് യോജിച്ചുകൊണ്ട് എളിയ തോതിലെങ്കിലും ഈ ദാസന് ഇങ്ങനെ ഒരു മരണം ലഭിക്കാനിടവന്നതിൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ നിന്റെ പരിപാലനയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ടുകൊല്ലാൻ വേണ്ടി ഒരുക്കിയിരുന്ന ചിതയിലേക്ക് പോളികാർപ്പ് സ്വയമായിട്ട് പ്രവേശിക്കുന്നു. ആ ചിതയുടെ മുകളിൽ കിടക്കുന്നു. അതിന് നിയോഗിക്കപ്പെട്ടവർ തീ കൊളുത്തുന്നു. ചിതയ്ക്ക് തീ ആളിക്കത്തുന്നുണ്ട് എന്ന് വരികിലും പോളികാർപ്പിനെ അശേഷം തീയെ ബാധിക്കുന്നില്ല. എന്ന് തന്നെയല്ല, ആ ചിതയിൽ നിന്ന് ഒരു സുഗന്ധം വമിക്കുന്നതായിട്ടും സൈന്യഭടന്മാർക്ക് അനുഭവപ്പെട്ടു. ഈ അവസരത്തിലാണ് ഭടന്മാരിൽ ഒരുവൻ കുന്തം കൊണ്ട് പോളികാർപ്പിനെ കുത്തി ആ ചിതയിൽ
തന്നെ ദഹിപ്പിക്കാൻ ഇടവരുന്നത്. ഇങ്ങനെയാണ് പോളികാർപ്പ് തന്റെ ജീവിതം 86-ാമത്തെ വയസ്സിൽ ക്രിസ്തുവർഷം 155-ാം ആണ്ടിൽ ദൈവത്തിന് സമർപ്പിച്ചത്. എത്രയോ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് തനിക്ക് ജീവിക്കാൻ വേണ്ടി തന്ന ആ ജീവിതം ആ ധന്യാത്മാവ് അവസാനിപ്പിച്ചത്. ഈ തരം ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ വലിയ സന്തോഷത്തോടും ഔദാര്യത്തോടും കൂടെ എടുക്കാൻ, ഉൾക്കൊള്ളാൻ വേണ്ട ശക്തിക്ക് വേണ്ടി ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന പോളികാർപ്പ് പിതാവിനോട് തന്നെ നാം അപേക്ഷിക്കാം.